ക്രിസ്തുവിലും പ്രിയ സഹോദരരെ, യേശുവാണ് യഥാർത്ഥ ഇടയൻ. യേശുവിൻ്റെ അജഗണത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തൻ്റെ ആട്ടിൻപറ്റത്തിൽ ഉൾപ്പെടുന്ന ശിഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുവിൻ്റെ ആട്ടിൻപറ്റത്തിൽ ഉൾപ്പെടുക എന്നതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ശിഷ്യരായി തീരുക എന്നാണ്. ശിഷ്യൻ്റെ 3 പ്രത്യേകതകൾ യേശു എടുത്തു പറയുന്നു. ഒന്നാമതായി, ശിഷ്യൻ യേശുവിൻ്റെ സ്വരം ശ്രവിക്കുന്നു. യേശുവിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ശിഷ്യൻ. യേശുനാഥൻ തന്നെ ഇപ്രകാരം അരുൾ ചെയ്തിട്ടുണ്ട്: നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ യഥാർത്ഥ ശിഷ്യരാണ്. രണ്ടാമതായി, യേശുവിന് ശിഷ്യനെ അറിയാം, ശിഷ്യന് യേശുവിനെയും. യേശുവും ശിഷ്യനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധവും ഐക്യവുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗിനോസ്കെയിൻ എന്ന ഗ്രീക്ക് ക്രിയാപദം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട വാക്കാണ്. ഗിനോസ്കെയിൻ എന്ന ഈ ക്രിയാപദത്തിൻ്റെ അർത്ഥം അറിയുക എന്നതാണ്. അനുഭവപരമായ വ്യക്തിബന്ധത്തെയും അതിൽ നിന്നുണ്ടാകുന്ന ഐക്യത്തെയും കുറിക്കുന്ന പദമാണിത്. മൂന്നാമതായി, ശിഷ്യൻ യേശുവിനെ അനുഗമിക്കുന്നു. യേശുവിൻ്റെ വചനം അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ടുള്ള ജീവിതശൈലിയാണ് അനുഗമനം. യേശു വെളിപ്പെടുത്തിയ സ്നേഹവും സത്യവും നിറഞ്ഞു നിൽക്കുന്ന പുതിയ സമൂഹം നിർമ്മിക്കാൻ യേശുവിനോടൊപ്പം പ്രയത്നിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യുന്ന വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതാണ് ശരിയായ അനുഗമനം എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ശിഷ്യന് ലഭിക്കുന്ന 2 പ്രത്യേക അനുഗ്രഹങ്ങൾ യേശുനാഥൻ തുടർന്ന് പറയുന്നു. ഒന്നാമതായി, യേശു ശിഷ്യന് നിത്യജീവൻ നൽകുന്നു. രണ്ടാമതായി, ശിഷ്യൻ എന്നും നിലനിൽക്കുന്നു. യേശുവിൻ്റെ ശിഷ്യൻ ഒരിക്കലും നശിച്ചു പോകുകയില്ല. ആരും അവനെ പിടിച്ചെടുക്കുകയുമില്ല. കാരണം പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിലാണ് യേശുവിൻ്റെ ശിഷ്യൻ. പിതാവാണ് യേശുവിന് ശിഷ്യരെ നൽകിയത്. പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ്. പ്രിയ സ്നേഹിതരെ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യം എല്ലാ കാലത്തുമുള്ള മനുഷ്യൻ്റെ ചോദ്യമാണ്. യേശുനാഥൻ ഇവിടെ അതിനുള്ള ഉത്തരം ഇടയനും അജഗണവും എന്ന രൂപകത്തിലൂടെ അവതരിപ്പിക്കുന്നു. ഒന്നാമതായി, ഒരാൾ യേശുവിൻ്റെ സ്വരം ശ്രവിക്കുന്നു. രണ്ടാമതായി, യേശുവുമായുള്ള വ്യക്തിബന്ധത്തിലൂടെ പരസ്പരം അറിയുന്നു. മൂന്നാമതായി, യേശുവിനെ അനുഗമിക്കുന്നു. നമുക്കും യഥാർത്ഥ ഇടയനായ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരാകാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.